ഞങ്ങളെ പോലെയുള്ളവർക്ക് ജീവിക്കണം. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ആശ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആശുപത്രിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും പോയിട്ട് ചികിത്സിക്കാം. അതായത് ഒരു MLA യോ മന്ത്രിയോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കളോ എന്തിനധികം പറയുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഒരു ഗവൺമെന്റ് ആശുപത്രിയിലോ ഇല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിലോ പോയിട്ട് ചികിത്സിക്കൂല. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ ആശുപത്രികൾ ആ പഞ്ചായത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ആശുപത്രി ഉണ്ടാകും. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരുപാട് സൗജന്യങ്ങളും കിട്ടും. പക്ഷേ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇതൊന്നും കിട്ടൂല. പ്രൈവറ്റ് ആശുപത്രിയിലൊന്നും നമ്മളെ കൊണ്ട് പോകുന്ന കാര്യം നടക്കൂല. നമുക്ക് ആകെയുള്ളതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആശുപത്രിയോ ഇല്ലെങ്കിൽ മെഡിക്കൽ കോളേജോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മുടെ സഹോദരി, നമുക്ക് എല്ലാവർക്കും അറിയാം, ബിന്ദു എന്ന് പറയുന്ന 52 വയസ്സുകാരി, വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. അതുമാത്രവുമല്ല, ഭർത്താവിനാണെങ്കിൽ പണിക്കൊന്നും പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്നാൽ ഈ സ്ത്രീ ഏതോ ഒരു വസ്ത്രശാലയിലങ്ങാട്ട് ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അവരിന്നലെ ആ ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് മരിച്ചു. നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൻ്റെ അകത്ത് ആരുമില്ല എന്ന് സൂപ്രണ്ട് പറയുന്നതും നമ്മളെല്ലാവരും കേട്ടതാണ്. നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ഈശ്വരന് നന്ദിയും പറഞ്ഞു. കാരണം 2 പേർക്കല്ലേ ചെറിയൊരു പരിക്കേറ്റിട്ടുള്ളൂ എന്ന്. പക്ഷേ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഒരു സ്ത്രീയെ കാണാനില്ല. അങ്ങനെ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുണ്ടായിരുന്നു തലയോട്ടി തകർന്നവർ മരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, അതായത് നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ശരി, ഇവിടെ രാഷ്ട്രീയ നാടകങ്ങളാണ് പിന്നെ നമ്മൾ കാണുന്നത്. എല്ലാ കാര്യവും പിന്നെ രാഷ്ട്രീയക്കാരങ്ങ് ഏറ്റെടുക്കുകയാണ്. അവിടെ വിക്കറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ അവിടെ റോഡ് തടയുന്നു, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സമരം നടത്തുന്നു, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആരോഗ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നു, ഇവരെ കുറ്റപ്പെടുത്തുന്നു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് നിങ്ങളെല്ലാവരും തമ്മിലടിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങളെ പോലെയുള്ളവർക്ക് ജീവിക്കണം. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ആശ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആശുപത്രിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും പോയിട്ട് ചികിത്സിക്കാം. അതായത് ഒരു MLA യോ മന്ത്രിയോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കളോ എന്തിനധികം പറയുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഒരു ഗവൺമെന്റ് ആശുപത്രിയിലോ ഇല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിലോ പോയിട്ട് ചികിത്സിക്കൂല. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ ആശുപത്രികൾ ആ പഞ്ചായത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ആശുപത്രി ഉണ്ടാകും. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരുപാട് സൗജന്യങ്ങളും കിട്ടും. പക്ഷേ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇതൊന്നും കിട്ടൂല. അവർക്ക് പൈസ ഉണ്ടെങ്കിൽ നല്ലൊരു ചികിത്സ പ്രൈവറ്റ് ആശുപത്രി കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയ കടക്കാരനായിട്ടുണ്ടാകും. ഇതിനിടയ്ക്ക് ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോയതാണ്. അവിടെ എത്തുമ്പോഴേ ഒരാൾ ഫോണിൽ വിളിച്ച് പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ട, പൈസ റെഡിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നാളെ രാവിലത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതായത് പൈസ റെഡിയാകാതുകൊണ്ട് ഒരു ദിവസം കൂടി രോഗി അവിടെ കിടന്നോട്ടെ എന്ന്. അപ്പോൾ എത്ര പൈസയാണ് പിന്നെയും വരുന്നത്? പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർക്ക് പൈസ റെഡിയാകണ്ടേ. അതായത് ബില്ല് വരുന്നത് 80-85,000 റുപ്യ ഇല്ലെങ്കിൽ 50,000 റുപ്യയിലായി കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ചിലപ്പോൾ തണ്ടേണ്ടി വരും. അപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, സർക്കാർ ആശുപത്രിയിൽ പോയിക്കൂടെ എന്ന്. ചിലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് സർക്കാർ ആശുപത്രിയിൽ പോകാൻ ആരും മനക്കെടൂല. അതായത് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് വിറ്റിട്ട് പൊറുക്കിയിട്ടായാലും ശരി, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാം എന്ന് തന്നെ എല്ലാവരും കരുതുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുപോലെ തമ്മിലടിക്കരുത്. അവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 68 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങാന്ന് പറയുന്നുണ്ട്. എത്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എത്ര ആൾക്കാരുണ്ട്. അതുപോലെ അവിടെ ഒരു നഗരസഭയുണ്ട്, പിന്നെ അവിടെ ഒരു വാർഡ് മെമ്പറുണ്ട്, അവിടെ ഒരു MLA ഉണ്ട്, അവിടെ ഒരു MP ഉണ്ട്, അവിടെ പൊതുപ്രവർത്തകർ ഇഷ്ടംപോലെ പേരുണ്ട്. അതുപോലെ തന്നെ പൊതുച്ചേറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് യുവജന സംഘടനകൾ പോകുന്നുണ്ട്. ഇവരൊക്കെ ആരെങ്കിലും ഒന്ന് അവിടെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇത് ഈ ഒരു അപകടം ഒഴിവാക്കാമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആശുപത്രി സൂപ്രണ്ടിനെ അടക്കം പിരിച്ചുവിടണമെന്നേ ഞാൻ പറയുള്ളൂ. അയാൾ വലിയ ഡോക്ടറാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജ്, അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് ഇത്രയും ഉന്നതിയിൽ എത്തിച്ചതും അദ്ദേഹമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം എന്ത് ഡോക്ടറായി കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ഒരു നിലപാടുണ്ടല്ലോ, അവിടെ ആരുമില്ല, അവിടെ ആരും പോകാറില്ല, അത് അടച്ചുപൂട്ടിയ സ്ഥലമാണ് എന്ന് പറയുന്ന നിലപാടുണ്ടല്ലോ, അതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെയുള്ള അത്തുംപിത്തും ആൾക്കാരെ അല്ലെന്ന് പറഞ്ഞാൽ പിരിച്ചുവിട്ടിട്ട് നല്ല ടീമിനെ ഏൽപ്പിക്കുക വേണ്ടത്. അതായത് നല്ല ടീമിനെ ഏൽപ്പിക്കണം. ഇവിടെ അതാണ് ഏറ്റവും നല്ല ആവശ്യമെന്നേ ഞാൻ പറയുള്ളൂ. ഒരുപാടെണ്ണം ഉണ്ട് ഇവിടെ, വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടായിട്ട് കാര്യമില്ല. അവിടെയുള്ള ഓരോ കാര്യങ്ങളും അറിയണം. അവിടെ ഒരു ആശുപത്രി ഇത്രയും ശോചനീയാവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ ബിൽഡിംഗ് അടച്ചിടുകയോ ഇല്ലെങ്കിൽ അങ്ങോട്ട് രോഗികൾ പോകാൻ പാടില്ല എന്നോ പറയേണ്ടത് ആരാണ്? ഈ പാവപ്പെട്ട രോഗികൾക്ക് നോക്കാൻ കഴിയോ? ഈ പാവപ്പെട്ട രോഗികൾ ഇത് അറിയുന്നുണ്ടോ? ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതാണോ നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? നമ്മൾ ആരും അറിയുന്നില്ല.
ഞാൻ പറയുകയാണ്, ഇന്നലെയുള്ള നാടകങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടു. ഇതുപോലെ തന്നെയാണ് ഓരോ സംഭവങ്ങൾ വരുമ്പോഴും ഇവിടെ രാഷ്ട്രീയക്കാർ തമ്മിൽ ഏറ്റുമുട്ടും. അവസാനം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് തുക നീക്കി വെക്കും. അതുമാത്രവുമല്ല, ഒരാൾക്ക് ജോലി കൊടുക്കാമെന്ന് പറയും, അവിടെ തീർന്നു. അതാണ് ഇവിടെയും അത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ആ സ്ത്രീക്ക് അവിടെ കുടുംബത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൈസ കൊടുക്കും. ആ പൈസ കൊടുക്കേണ്ടത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളാണ് കൊടുക്കുന്നത്. അതും നമ്മളെ പോലെയുള്ള കഴുതകൾ തന്നെയാണ്. അല്ലാതെ ഇവരുടെ ശമ്പളത്തിൽ നിന്നൊന്നല്ല എടുത്തു കൊടുക്കുന്നത്. അങ്ങനെ ഇവർ കൊടുക്കുന്നതാണെങ്കിൽ ഇവരെന്ത് ചെയ്യണം? ഈ സൂപ്രണ്ടിൻ്റെയും അതുപോലെ തന്നെ ആശുപത്രിയുള്ള മുഴുവൻ ജീവനക്കാരുടെയും ഒരു മാസത്തെ ശമ്പളം, അതായത് അങ്ങനെ ആ ശമ്പളം പിടിച്ചിട്ടാണ് ഇവർക്ക് പൈസ കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അവർക്ക് പൈസ കൊടുത്തത് ന്യായമാണെന്ന്. പക്ഷെ നമ്മുടെ പൈസ എടുത്തിട്ട് ഇവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രവുമല്ല, ഇനിയിപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ജോലി ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ തീർന്നു, അത്രയേ ഉള്ളൂ. പിന്നെയും ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല ഇതിന് വേണ്ടത്. ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണ്. അതായത് നമ്മൾ ഏത് കെട്ടിടമായി കഴിഞ്ഞാലും എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ആശുപത്രി ആയിക്കഴിഞ്ഞാലും അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മരുന്നുണ്ടോ, കൃത്യമായിട്ട് ബെഡുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കണം. ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആരോഗ്യരംഗം തന്നെയാണ്. കാരണം ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ എന്തും ചെയ്യാൻ കഴിയുള്ളൂ. ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് വേറെ എന്തെങ്കിലും, അതായത് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് പൊതുരംഗത്തായാലും അതുപോലെ തന്നെ പലതരത്തിലും ഇതിനൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ്. ആരോഗ്യമുള്ള ഒരു ജനതയാണ് വേണ്ടത്. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ആശ്വാസം കിട്ടുമെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അമ്മാതിരി പിഴിയലാണ് പിഴിയുന്നത്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ സംശയം കൂടിയുണ്ട്. കാരണം ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണോ ഈ ആരോഗ്യരംഗം ഇങ്ങനെ തകർക്കാൻ വേണ്ടിയിട്ട് നിന്നു കൊടുക്കുന്നതെന്ന്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇതിന് കൃത്യമായിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടികയ്യല്ല വേണ്ടത്. ഇവിടെ കോൺഗ്രസും മാർക്സിസ്റ്റും BJP-ക്കാരും നിങ്ങളെല്ലാവരും അടികയ്യല്ല വേണ്ടത്. നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഇതെന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് ഇതെങ്ങനെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാൻ കഴിയും, ഇതെങ്ങനെ ഇതിന് കൃത്യമായിട്ടൊരു എന്താ പറയുക മരുന്നും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ കഴിയും. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് തമ്മിലടിക്കുകയാണ്. അവിടെ വഴിയാധാരമാകുന്നത് പാവപ്പെട്ട ജനങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ജോലിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടും. പക്ഷേ ഇവിടെ ഒന്നിലും പെടാത്ത ഒരുപാട് പ്രവാസികളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന കുറച്ച് നാട്ടുകാരും ഉണ്ട്. അവർക്ക് എവിടെയും ഒരു ഇത് രക്ഷയുമില്ല. അവർക്ക് വിളിച്ചു പറയാൻ ആളില്ല. മറ്റുള്ളവർ കുറച്ച് പിടിപാടുണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ട് വിളിച്ചു പറയിക്കാം. അതുപോലും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഈ ബിന്ദുവിനെ പോലെയുള്ള ഈ സഹോദരി. ആലോചിച്ച് നോക്കണം, അവരുടെ കഷ്ടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും കഷ്ടപ്പാടിൽ അവർ ആ 2 കുട്ടികളെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ മകന് ജോലിയായി. ഇന്നലെ മകന് ആദ്യത്തെ ശമ്പളം കിട്ടിയതാണ്. ആ കൊച്ചു വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നു എനിക്ക് ശമ്പളം കിട്ടിയെന്ന്. അങ്ങനെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാൻ ഇന്നലെ വരവായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു സംഭവമൊന്നുമല്ല. കുറച്ച് നാൾ മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, നിലമ്പൂരിൽ ഇതേപോലെ ഒരു പയ്യൻ ഷോക്കേറ്റ് മരിച്ചു. ആ ഷോക്കേറ്റ് മരിച്ചപ്പോൾ അവിടെ നേതാക്കന്മാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പ്രവാഹമായിരുന്നു. ഇന്നിപ്പോൾ ആ വീട്ടിലെ സ്ഥിതി എന്താണ്? അവിടെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം അങ്ങ് ഏറ്റെടുക്കാനൊന്നും ആരും വരില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഒരു അവസരം, ഇത് ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് എന്താ ചെയ്യാൻ കഴിയുക? അല്ലാതെ ഞാൻ 5 ലക്ഷം കൊടുത്തു, അവൻ 10 കൊടുക്കട്ടെ, ആ കുടുംബത്തെ ഞാൻ ഏറ്റെടുത്തു, അതൊന്നും അല്ല വേണ്ടത് മക്കളെ. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് പോലെയുള്ള കേരളത്തിലുള്ള എല്ലാ ഗവൺമെൻറ് ആശുപത്രികളും, ഇവിടെ നാട്ടിൻപുറത്തൊക്കെയുള്ള ചില ഹെൽത്ത് സെൻ്ററുകളുണ്ട്. ആ ഹെൽത്ത് സെൻ്ററിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ചില ഹെൽത്ത് സെൻ്ററിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നല്ല, ആര് ഭരിച്ചു കഴിഞ്ഞാലും അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകളുടെ കേന്ദ്രമാണ് കൂടുതലായിട്ട്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല. പിന്നെ ആ പഴയ പടം ഉണ്ടാവില്ലേ, ആ കുറേ ആൾക്കാർ ഇങ്ങനെ കുത്തി നടക്കുന്നതിലായിട്ട് കുറേ പടം ഉണ്ടാവും. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കാറില്ല. ഇവരൊക്കെ ശരിക്കും നമ്മുടെ ഈ ആരോഗ്യരംഗം, ഈ ഗവൺമെൻറ് ആശുപത്രികൾ മോടി പിടിപ്പിച്ച് നല്ല രീതിയിലുള്ള ഡോക്ടർമാരും അതുപോലെയൊക്കെ എല്ലാം വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ പൂട്ടിയിട്ട് കൊണ്ടുവരും. ഞാൻ വെല്ലുവിളിക്കുന്നേ, ഇവിടെയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിനും പിന്നെ ഇവിടെ നിലനിൽപ്പുണ്ടാവില്ല. പക്ഷേ അതും വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായി കഴിഞ്ഞാൽ അതങ്ങ് നശിച്ചു പോകും. അത് ഒരുപാട് പേരുടെ തൊഴിലല്ലേ, ഒരുപാട് പൈസ മുതലാക്കിയതല്ലേ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മരുന്ന് കമ്പനികൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണ് ഉള്ളത്. നിങ്ങൾ കാണുന്നില്ലേ, ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ രോഗികളെക്കാട്ടിയും കൂടുതൽ എന്ന് പറഞ്ഞാൽ മരുന്ന് കമ്പനീൻ്റെ ആൾക്കാർ വേഗം പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടാകും. എന്തിനാണ്? ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ഇങ്ങനെ പിഴിയുകയാണ് എല്ലാവരും ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എൻ്റെ ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ, നിങ്ങൾ ആരും ഇതിന് തമ്മലടിക്കരുത്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. അതുപോലെ തന്നെ ഒരു ലൈക്ക്, ഒരു കമൻറ്റ് നിർബന്ധമായിട്ടും തരണം. ബൈ ബൈ.